ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ ദിവസം ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ സമയത്തിലേക്കാണ്. പോകാം ദ ബിഗ്ഗസ്റ്റിലേക്ക്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം. കാഞ്ഞിരമറ്റം സ്വദേശിനി റംലത്ത് എന്ന 54-കാരിക്ക് വൻകുടലിലെ മുഴ നീക്കം ചെയ്ത ശസ്ത്രക്രിയയിൽ വീഴ്ചയുണ്ടായെന്നാണ് മകന്റെ ആരോപണം. ശസ്ത്രക്രിയയുടെ ഭാഗമായി പുറത്തെടുത്ത വൻകുടലിന്റെ ഒരു ഭാഗം ഇപ്പോഴും വയറിന് പുറത്ത് ഒരു ബാഗിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇത് തിരികെ ചേർക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് സമയം അനുവദിച്ചത് മാസങ്ങൾക്കു ശേഷമാണെന്നും കുടുംബം പോലീസിനും എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിനും നൽകിയ പരാതിയിൽ പറയുന്നു. ആദ്യമേ ഉമ്മക്ക് ഇങ്ങനെ ബ്ലഡ് പോണ ഇതാണ്. ആ കംപ്ലൈന്റ് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും തന്നെ ഡോക്ടർ ക്യാൻസറാന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞ പോലെയാണ്. ഒരു ടെസ്റ്റും ഇല്ലാണ്ട് എൻ്റെ പെങ്ങളെ അടുത്ത് ഡയറക്റ്റ് ഡോക്ടർ ക്യാൻസറാന്ന് പറഞ്ഞു. അതെ, പ്രശ്നം വന്നത് തന്നെ ക്യാൻസറാന്ന് പറഞ്ഞു കൺഫേം ചെയ്ത്. അത് കഴിഞ്ഞ ശേഷം 2ാമത്തെ മാസം ബയോപ്സി റിസൾട്ട് വന്നു. അതിനകത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പേരൊക്കെ അന്വേഷിച്ചു. ഇവിടെ ഒരു 10 പേരെന്തോ ഉണ്ട് ഈ ബാഗിൻ്റെ ഇങ്ങനെയുള്ള രോഗികൾ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മലം പോകില്ലായിരുന്നു, പിന്നെ ക്യാൻസർ ആയിട്ടാണ് ഇതിങ്ങനെ വെക്കണം, ഇപ്പം 5 വർഷമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉമ്മാക്ക് ക്യാൻസറും ഇല്ല, മലം പോവാത്ത രോഗമില്ല, ഒന്നുമില്ല. പെങ്ങന്മാരായിട്ട് സൂപ്പറിൻ്റെ അടുത്ത് പിന്നെയും പോയി ഈ ഡേറ്റ് മേടിക്കാൻ വേണ്ടി. അപ്പോഴും സൂപ്പറിൻ്റെ പറയണത് ഞാൻ ആലോചിക്കാൻ ഡോക്ടറിനോട് സംസാരിക്കട്ടെ, ഇതിന് നിനക്കൊരു ഡേറ്റ് മേടിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇനി എന്തിനാണ് ഡേറ്റ് മേടിക്കണം, എൻ്റെ ഉമ്മാക്ക് രോഗമില്ല, ഒന്നുമില്ല. പിന്നെ ഇനി തന്ന ഡേറ്റ് റിമൂവ് ചെയ്ത് തന്നെ വരാൻ പറഞ്ഞ ആക്കി തരണം. വരാൻ പറഞ്ഞ ഡേറ്റിൽ വന്നിട്ട് നമ്മുടെ പേരില്ല. ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതേസമയം ഈ കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി സൂപ്രണ്ടന്റ് നിഷേധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഈ സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തുന്നത് ഡോക്ടർ സജി മാത്യു മാത്രമാണ്. അതിനാലാണ് 2ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് കാലതാമസം നേരിട്ടതെന്നാണ് ഡോക്ടർ ഷഹീർ ഷാ വിശദീകരിക്കുന്നത്. വാക്കുകളിലേക്ക്. ഇത് ചെയ്യുന്ന സജി മാത്യു എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അദ്ദേഹം ഓങ്കോ സർജറി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഒരേ ഒരു ഡോക്ടറാണ് സർക്കാർ മേഖലയിൽ. അപ്പൊ അയാൾക്ക് ഭയങ്കര ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സർജറി ഒക്കെ ചെയ്യുന്ന എറണാകുളം ജില്ലാ ആശുപത്രിയിലും അതുപോലെ ജില്ലയിലും അയാൾക്ക് വളരെ ഭയങ്കര തിരക്കാണ്. ഇതിന് കുറച്ച് എക്സ്പെർട്ടൈസേഷൻ വേണ്ട സർജറികളാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾ കണ്ട് ഡേറ്റ് ഇല്ലായിരുന്നു. ഡേറ്റ് അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവര് വലിയ ആശുപത്രി അന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പരാതിയായിട്ട് അന്ന് വന്നിരുന്നു. ഞാൻ സജി മാത്യുവിന് ഏറ്റവും അടുത്ത ദിവസം ഡേറ്റ് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന ആശുപത്രി വഴക്കുണ്ടാക്കി ഓഫീസിൽ വഴക്കുണ്ടാക്കുന്നതിന്റെ തൊട്ടടുത്ത ആഴ്ച ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞു വിടുകയും ചെയ്തതാണ്. പക്ഷെ ഇവര് ഈ ഡോക്ടറെതിരെ ഒരു പോലീസ് കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. ട്രീറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ അവര് ഈ പോലീസ് കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് പിന്നെ അവര് തന്നെ വരാതിരുന്നതാണ്. പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് ഈ ഇഷ്യൂ ആക്കിയെന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മൈക്കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനാണ് നമുക്കിപ്പം ചേരുന്നത്. ഷീന, ഈ സർക്കാർ ആശുപത്രികൾക്കെതിരായ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ട് കാലം കുറയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജായി, ആലപ്പുഴ മെഡിക്കൽ കോളേജായി, ഇടയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടു. ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നു. മകന്റെ വാക്കുകൾ അനുസരിച്ച് ഗൗരവതരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. വൻ ചികിത്സാ പിഴവാണ് നടന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഷീന? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. അതായത് ഈ കാഞ്ഞിരമറ്റം സ്വദേശിയായ റംലത്ത് മലദ്വാരത്തിൽ കൂടി രക്തം വരുന്നു എന്നൊരു പരാതിയുമായാണ്, ആ രോഗവുമായാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. ചികിത്സയ്ക്ക് എത്തിയ സമയത്താണ് ഡോക്ടർ പറയുന്നത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവർ നമ്മളോട് പറഞ്ഞത് പ്രകാരം മകൻ പറയുന്നത് യാതൊരു ടെസ്റ്റുകളും ഇല്ലാതെയായിരുന്നു ക്യാൻസർ ആണെന്ന് ക്യാൻസർ കൺഫേം ചെയ്യുകയും തുടർന്ന് ഈ ചികിത്സ നടത്തുകയും ഈ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുന്നത് എന്നാണ് മകൻ ആരോപിക്കുന്നത്. ഈ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ബയോപ്സിയുടെ
റിസൾട്ട് വരേണ്ടതുണ്ട്. അതിനായി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തെ കാലയളവ് അവർ ആവശ്യപ്പെടുന്നുണ്ട് തുടർ ചികിത്സയ്ക്ക്, തുടർ ഓപ്പറേഷന് വേണ്ടിയിട്ട്. ആ തുടർ ഓപ്പറേഷന് വേണ്ടി ബയോപ്സിയുടെ റിസൾട്ട് വന്നതിന് ശേഷം തിരികെ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു. അതായത് നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല, പിന്നെ എന്തിനാണ് ഇനി ട്രീറ്റ്മെന്റ് നടത്തുന്നത്, ഇറങ്ങിപ്പോടാ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് തന്നെയാണ് മകൻ ആരോപിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡോക്ടർക്ക് ഓപ്പറേഷന് മുൻപായി 4000 രൂപ കൈക്കൂലി കൊടുത്തു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഓപ്പറേഷന് ശേഷം, അതായത് രണ്ടാമത്തെ ഓപ്പറേഷന് കൈക്കൂലി കൊടുക്കാത്തതാണോ പ്രശ്നം എന്നുള്ള തരത്തിലും കുടുംബം ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. സേതു, തീർച്ചയായും ഈ വൻകുടൽ പുറത്തിട്ട് ആ വൻകുടലിലൂടെ മലം പോകുന്ന ഒരവസ്ഥ, ഒരു രോഗവുമില്ലാതെ എഴുന്നേറ്റ് നടന്ന് തൊഴിലുറപ്പ് പണിക്ക് പോയി കുടുംബം നോക്കിയിരുന്ന ഒരു ഉമ്മ, ആ ഉമ്മ പിന്നീട് കിടപ്പിലാകുന്നു, വയ്യാതെയാകുന്നു. ഇപ്പോൾ ഒരു പണിക്കും പോകാൻ കഴിയാത്തൊരവസ്ഥ. ഈ കുടുംബത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം, ഉമ്മയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം മാത്രമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പലതവണ സൂപ്രണ്ടിനും അതേപോലെ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. അവസാന മാർഗമായി ആരോഗ്യമന്ത്രിക്കും മെയിൽ മുഖാന്തരം പരാതി നൽകാൻ ഇവർ ശ്രമിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ജനറൽ ആശുപത്രിക്ക് നേരെ ആരോപിക്കുന്നത്. എന്നാൽ അതേസമയം ആശുപത്രി അധികൃതർ പറയുന്നതനുസരിച്ച് ഇത് തന്നെയാണ് ചികിത്സാ രീതി. അതായത് ഈ വൻകുടൽ പുറത്തിട്ട് അതിൽ നിന്നതിന് ശേഷം ഒരു കണ്ടന്റ് എടുക്കുന്നു, അതിന് ടെസ്റ്റിന് അയക്കുന്നു. അതിനുശേഷമാണ് ക്യാൻസർ സ്ഥിരീകരിക്കേണ്ടത്. ആ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ ഇവരായിട്ട് വന്നില്ല ഹോസ്പിറ്റലിലേക്ക്. ഇവർ ഉമ്മയും മകനും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ആശുപത്രി അധികൃതർ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്നത്. സേതുലക്ഷ്മി. ഷീന, ആദ്യം പ്രേക്ഷകരോട് തുടക്കത്തിൽ ഞാൻ എറണാകുളം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജ് അല്ല, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഈ ഒരു ചികിത്സാ പിഴവ് നടന്നിരിക്കുന്നത്. ഷീന, ഇപ്പോൾ ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അവരത് നിഷേധിക്കുക സ്വാഭാവികമാണ്. അതിനപ്പുറം പരാതി ഈ തങ്ങളുടെ പിഴവാണെന്ന് പറഞ്ഞ് ആരും തന്നെ രംഗത്ത് വരാറില്ല. അത് സ്വാഭാവികം, അതവിടെ നടക്കുന്നു. ഇതിനപ്പുറം പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് തുടക്കമായിട്ടോ അവർ ഈ ആശുപത്രിയിൽ എത്തുകയോ മറ്റ് കാര്യങ്ങൾ ചോദിക്കുകയോ ഈ കുടുംബത്തിന്റെ മൊഴിയെടുക്കൽ തുടങ്ങിയോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? അപ്പം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കാൻ കുടുംബത്തിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കുടുംബം പരാതി നൽകിയിരുന്നത്, മകൻ എത്തി പരാതി നൽകിയിരുന്നത്. അതിനെ തുടർന്ന് മകനെ വിളിപ്പിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് ചെയ്തത് ആശുപത്രിയിൽ എത്തി അന്വേഷിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തി അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്തരത്തിലൊരു സർജറി ഞാൻ നടത്തിയിട്ടുണ്ട്, അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള സർജറിക്കുള്ള ഡേറ്റ് ഞാൻ കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായിട്ടാണ് കുടുംബം ഇതുവരെയും സമ്മതിച്ചിട്ടുള്ളത്. പക്ഷേ എന്തു തന്നെയായാലും അത്തരത്തിലൊരു ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കുടുംബത്തെ ഇവർ തിരികെ വിളിക്കുകയോ ആശുപത്രി അധികൃതർ തിരികെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ആ സമയത്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്, അവർ വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ സർജറിക്ക് തയ്യാറാകാത്തത്, അല്ലെങ്കിൽ അവർ വരാത്തത് കൊണ്ടാണ് സർജറിക്ക് ഡേറ്റ് കൊടുക്കാത്തത് എന്നുള്ള തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ ആശുപത്രി അധികൃതർ പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സേതുലക്ഷ്മി. അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് പലതവണ മെയിലായിട്ടും പരാതി അയക്കാനായി കുടുംബം ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഒരു തവണ മാത്രമാണ് കുടുംബത്തിന് മെയിൽ അയക്കാൻ സാധിച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിലൊരു കൃത്യമായ മറുപടി ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ വിഷയമൊക്കെ വീണ്ടും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കുന്ന തരത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിനും ആരോഗ്യവകുപ്പിനും ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഷീന തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിൽ പണിക്കൊക്കെ പോയി, തൊഴിലുറപ്പ് പണിക്കൊക്കെ പോയി വീടൊക്കെ നോക്കി നടന്നിരുന്ന ഊർജ്ജസ്വലയായ ഒരു ഉമ്മയാണ്. ആശുപത്രിയിൽ പോകുന്നു, ഒരു ചെറിയൊരു പ്രശ്നം വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം, ശരീര പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പോകുന്നത് ആശുപത്രിയിൽ പോകുന്നു. അത് ഭേദമായി വേഗം തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ പോകുന്നു. പക്ഷേ അതൊരു തീരാ കിടപ്പിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള, ഇവിടുത്തെ ആരോഗ്യ വ്യവസ്ഥയോടുള്ള വിശ്വാസത്തെ പോലും തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ തന്നെ ഒരു സത്വര നടപടിയെടുത്ത് ആ കുടുംബത്തിന് നീതി ലഭിക്കുമാറ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ കുടുംബത്തിന് ഒപ്പം നിൽക്കട്ടെ.
പോലീസ് അടക്കമുള്ളവർ.